ശ്രീജി ലൂക്കോസ് വളരെ വളരെ കൃത്യമായി വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞതാണ് പി മോഹൻ തളിപ്പറമ്പ് ഏരിയ സമ്മേളനത്തിൽ. ഇതിൽ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ഉണ്ട്, അവരെ ആനയിച്ച് എഴുന്നള്ളിച്ചുകൊണ്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്, തീവ്രവാദികളുടെ ഒരു കൂട്ടമാണ് എന്ന് അങ്ങേയറ്റം ഭീകരവൽക്കരിച്ചിട്ട് അത് കൈവിട്ടു പോയപ്പോൾ പറഞ്ഞതിനൊരു തെളിവില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വിദ്വേഷ പ്രസ്താവന ഉണ്ടാക്കിയ ക്ഷതം മാറുന്നതാണോ റജി ലൂക്കോസ്? അല്ല, മോഹനമാഷ് പറഞ്ഞത് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ തളിപ്പറമ്പ് ഏരിയ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് കുറച്ച് ദുർവ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്, കുറേയൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ, ഇതിൻ്റെ അഡ്മിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ 2 പേര് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരായിരുന്നു 2 പേരും. അതനുസരിച്ച് ചില സംഘടനകളിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്, അതിനെതിരെ ജാഗ്രത പുലർത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. മൊത്തം ആ സംഘടനയെ അധിക്ഷേപിക്കാനാണ്. രണ്ടാമത്തെ ദിവസം ആൾക്കാർ ചോദിക്കുന്നു, തെളിവ് ചോദിക്കുന്നു. റജി ലൂക്കോസ്, അങ്ങനെയാണെങ്കിൽ തെളിവ് എവിടെ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല എന്ന ആളുകൾ ചോദിക്കുമ്പോൾ ആ പറഞ്ഞ ആൾക്കാരൊക്കെ അത് വിഴുങ്ങുമ്പോൾ മോഹനന് അത് തിരുത്താ തരമില്ല എന്ന മട്ട് വന്നപ്പോൾ തിരുത്തിയെന്നേ ഉള്ളൂ. ആദ്യ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? അന്വേഷിക്കുന്നത് എങ്ങനെയാണ്? കുറേയധികം അന്വേഷിച്ചു, ഗവേഷണം നടത്തുന്ന പോലെ തേടി പോയി. മോഹനൻ പോയപ്പോഴത്തേക്ക് തളിപ്പറമ്പുള്ള 2 പേരുടെ പേരിലേക്ക് എത്തി. അപ്പം മോഹൻ ആ വിഷയത്തെപ്പറ്റി നന്നായി പഠിച്ചു എന്ന വ്യാജേനയല്ലേ അവിടെ പറഞ്ഞത് ശ്രീ റജി ലൂക്കോസ്? ഇപ്പോഴാണല്ലോ അദ്ദേഹം എന്തൊരു പൊതുജാഗ്രത എന്നൊക്കെ മറയുണ്ടാക്കുന്നത്. എന്തിനാണ് ഉടായ്പ് റജി ലൂക്കോസ്? അല്ല, അങ്ങനെയല്ല. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിനകത്തൊരു അല്പം ഇതുണ്ട്, അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ പിറ്റേ ദിവസം തന്നെ ഇന്നലെ തന്നെ അദ്ദേഹം അത് തിരുത്തി പറഞ്ഞു. ഇത് കഴിഞ്ഞ 1.5 മാസങ്ങൾക്ക് മുമ്പ് തളിപ്പറമ്പ് വെച്ചുകൊണ്ട സംഭവമാണ്. അത് തന്നെയുമല്ല, മോഹനമാഷ് അങ്ങനെ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ AP സംസ്ഥാനയുടെ വിഭാഗം SYSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അവിടെ യുവജന വിഭാഗങ്ങളെല്ലാം ഇപ്പോഴും ആ നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. അത് അവരുടെ ഭാഗം. പക്ഷേ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ്, അതായത് ഇതുപോലൊരു കേരളത്തിൽ നിരവധി മോർണിംഗ് വാക്കുകൾ, അതുപോലെ തന്നെ വ്യായാമ മുറകളൊക്കെ നടത്തുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഇപ്പോൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആയിരക്കണക്കിന് സ്ഥലങ്ങൾ ഉണ്ട്, മോർണിംഗ് വാക്ക് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ പാലക്കാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുലർച്ചെ അവിടെ എന്താ പറയുക, നിങ്ങൾ തന്നെ റിപ്പോർട്ടേഴ്സാണ്, ആയിരക്കണക്കിന് ആളുകൾ. പൊതുവേ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ സർക്കാരും നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് അവയർനെസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു ഭൂമികയാണ്. ആരോഗ്യം ഏറ്റവും വലിയ സമ്പത്താന്നുള്ളത്. പി മോഹനൻ ഒരു വാലും തുമ്പും ഇല്ലാതെ ഒരു വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ അടിച്ചിറക്കി വിട്ട വിദ്വേഷ പ്രചരണമാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ശ്രീ റജി ലൂക്കോസ്, അതുണ്ടാക്കുന്ന ഇപ്പം നോക്കൂ, ദ സ്റ്റേറ്റ്സ്മാൻ എന്ന പത്രത്തിൽ വരുന്ന വാർത്ത ഇങ്ങനെയാണ്: സെൻട്രൽ ഏജൻസീസ് ലോഞ്ച് പ്രോബ് ഇൻ ടു അലിജഡ് എക്സ്ട്രീമിസ്റ്റ് ലിങ്ക്സ് ഓഫ് MEX7 ഇൻ കേരള. ഈ പറയുന്ന വലതുപക്ഷ വിദ്വേഷ പ്രചരണ ഹാൻഡിലുകളൊക്കെ ഈ MEX7 എന്ന് പറയുന്ന തീവ്രവാദ കൂട്ടായ്മ ജിഹാദികൾ സംഘടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായ പ്രചരണം ഞാൻ വേണേൽ അയച്ചു തരാം. വ്യാപകമായ പ്രചരണമാണ്. 3-ാം നാൾ വന്ന് പി മോഹൻ ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും അല്ല എന്ന് തിരുത്തി പറഞ്ഞ കാര്യമുണ്ടോ? അത് BJP ഏറ്റുപിടിക്കുകയാണ്. കെ സുരേന്ദ്രൻ പറയുകയാണ് പി മോഹനെ ആരെ പേടിപ്പിച്ചെന്ന നിലപാട് മാറ്റിയതാണെന്ന്. ശ്രീ റജി ലൂക്കോസ് പറഞ്ഞ് ഇത്ര ദിവസമായില്ലേ? ഇപ്പോൾ CPM പോലൊരു പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ജില്ലാ സെക്രട്ടറി പറഞ്ഞതല്ലേ? എന്തെങ്കിലും ഒരു തരിമ്പ് തെളിവ് ഹാജരാക്കാൻ പറ്റുന്നുണ്ടോ മോഹനന്? അല്ലെങ്കിൽ പോലീസിന് കേസെടുക്കണ്ടേ? അല്ലെങ്കിൽ പിടിച്ചകത്തിടണ്ടേ ഈ പറയുന്ന തീവ്രവാദി കൂട്ടം അതിലുണ്ടെങ്കിൽ? റജി ലൂക്കോസ്, വാലും തുമ്പുമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഉത്തരവാദിത്തമാണോ റജി ലൂക്കോസ്? അല്ല, തീർച്ചയായിട്ടും കാശ്മീരുടെ ചോദ്യം വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റനാണ്. ഞാനത് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നില്ല. ദേശീയ മാധ്യമങ്ങളെ സംബന്ധിച്ചോളം ഈ RSSൻ്റെയും BJPയുടെയും ചായ്വുള്ള ചില മാധ്യമങ്ങൾ എന്ത് വിഷയം വന്നാലും അതിനകത്ത് തീവ്രവാദ വൽക്കരണം നടത്തുക എന്നുള്ള അവരുടെ ഒരു ഹോബിയാണ്. അതിനെ ആ രീതിയിൽ കണ്ടാൽ ഞാനും കുറേ 1-2 വാർത്തകൾ ഞാനും ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ ഞാനും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഇവിടെ വിഷയം അതല്ല. അദ്ദേഹം പറഞ്ഞതിനകത്തൊരു പോസിറ്റീവ് ആംഗിളുണ്ട്. അതും കൂടെ നമ്മൾ കഴിഞ്ഞ കുറേ നാളായിട്ട് കേരളത്തെ ഒരു ഭീകര സംസ്ഥാനമാണ്, ജിഹാദി നഴ്സറിയാണ് എന്നൊക്കെ അടിച്ചിറക്കി വരുന്ന ഭീകരവൽക്കരിക്കുന്ന നമുക്ക് പുതിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അമിത്ഷാ കർണാടകയിൽ പോയി കേരളത്തിലേക്ക് നോക്കൂ എന്നൊക്കെ പേടിപ്പിക്കാൻ നമുക്കറിയാം. അതിന് ഈ പറയുന്ന തേനും തിനയും നിറച്ച് ചക്കരയിൽ ഉരുട്ടി ഈ പറയുന്ന സൈബർ ഹാനിലുള്ള വായിൽ വെച്ചുകൊണ്ട് ഊട്ടുന്ന ആരാണ്? CPM ജില്ലാ സെക്രട്ടറിയാ റജി ലൂക്കോസ്. ഇതുണ്ടാക്കാൻ പോകും. നിങ്ങളിപ്പോൾ 10 വോട്ട് കിട്ടിയെന്ന് വെക്കൂ, ഇത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെ പറ്റി വല്ല ബോധമുണ്ടോ CPM റജി ലൂക്കോസ്? ഇത് ഈ വിഷയം മാത്രമല്ലല്ലോ. ഈ പറയുന്ന ചാപ്പ, ഈ പറയുന്ന ധ്രുവീകരണ രാഷ്ട്രീയം കളിക്കൽ കുറെ നാളെ തുടങ്ങിയില്ലേ CPM? 10 വോട്ട് കിട്ടും, ശരി, ദൂരവ്യാപകമായി ഈ നാടിനെ കുട്ടിച്ചോറാക്കും ഈ നയം. റജി ലൂക്കോസ്, അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാഷ്മി പ്രചരണത്തിന് പോയതല്ലേ? റിപ്പോർട്ടിങ്ങിന് പോയതല്ലേ? പാലക്കാട് നടത്തുന്ന നഗ്നമായ വർഗീയവൽക്കരണത്തിന് വേണ്ടിയിട്ട് അവരുടെ തോളത്ത് കൈകോർത്ത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനായിട്ടും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ജയിക്കാൻ വേണ്ടിയിട്ടും
മറുവശത്ത് UDF നടത്തിയ പച്ചയ്ക്ക് നടത്തിയ വർഗീയ പിന്നെ പരമായിട്ടുള്ള പ്രചരണങ്ങളെ നിങ്ങൾ വിമർശിക്കണം. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, കേരളത്തിൽ CPM-ന്റെ ഔദ്യോഗികമായ വക്താക്കൾ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷാണ്. വക്താക്കളല്ല ആദ്യമായിട്ട് അഭിപ്രായം പറയേണ്ടത്. മോഹൻ മാഷ് പറഞ്ഞതിനകത്ത് പോസിറ്റീവ് ആയെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വർഗീയ ധ്രുവീകരണങ്ങളും ചിലരെ ചാപ്പ കുത്താനൊക്കെ നടത്തുന്ന ശ്രമങ്ങളുണ്ട്, അല്ലെങ്കിൽ തുഴഞ്ഞു കയറി പലതും നടത്താനുള്ള ശ്രമങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ജാഗ്രതയെക്കുറിച്ച് അതേ പറഞ്ഞോളൂ. എനിക്ക് അത്യാവശ്യം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് ഭീകര സംഘടന എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ദിവസം എത്രയായി മോഹനൻ ഈ പറയുന്ന CPM ജില്ലാ സെക്രട്ടറി മോഹനൻ ഒരു വലിയ സദസ്സിന് മുന്നിൽ പറഞ്ഞ കാര്യത്തിൽ ഈ രണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ പറയുന്ന എന്താണ് ഇപ്പൊ എല്ലാ അന്വേഷണം കണ്ടെത്തിയാണല്ലോ മോഹനൻ. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ അതിൽ നുഴഞ്ഞു കയറിയത് ആരാണ് എന്തെങ്കിലും വെളിപ്പെടുത്താൻ ഈ മോഹനന് പറ്റണ്ടേ? അപ്പൊ വെറുതെ പറയാണ്, വെറുതെ വായിൽ തോന്നിയത് മോഹനന് പാട്ട് എന്ന മട്ടിൽ വെറുതെ വ്യാജ പഠിക്കലാണ് അവിടെ നിന്ന് അല്ലേ? എന്നിട്ട് അത് പിടിക്കപ്പെടുമ്പോഴൊക്കെ തിരുത്തുക. ഇതെന്ത് പോക്കാ റെജി ലൂക്കോസ്? മോഹൻ മാഷ് പൊതുവെ അല്ല ആഷ്മി, മോഹൻ മാഷ് പൊതുവെ ലൂസ് ടോക്ക് പറയുന്ന ഒരാളല്ല. അദ്ദേഹം അതിനെക്കുറിച്ച് അന്ന് പറഞ്ഞു, ഞങ്ങളിത് അന്വേഷിച്ചപ്പോഴത്തേക്കും അതിൽ 2 പേര് അതിൻ്റെ വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിനായിട്ട് 2 പേരും നേരത്തെ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരായിരുന്നാണ് പറഞ്ഞത്. അത് തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അത് തിരുത്തി. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് വ്യക്തിപരനോട് യാതൊരു വ്യക്തിപരമായ പ്രശ്നങ്ങളുമില്ല, അത് പറഞ്ഞത് വർഗീയപരമായ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളത് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ട് എനിക്ക് ഈ സംഘടനയെക്കുറിച്ച് ഞാൻ പഠിച്ചതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇതിനകത്ത് CPM-കാരുണ്ട്, BJP-കാരുണ്ട്, RSS-കാരുണ്ട്, പിന്നെ മലബാർ ആയതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കൂടുതലുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ പോലുള്ളവർ പുലർച്ചകളിൽ വ്യായാമങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു കാര്യമാണ്. പക്ഷേ അതിനകത്ത് ആശയപരമായി എന്തെങ്കിലും ഇഞ്ചക്ട് ചെയ്യാൻ ആരെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ, 1-2 സ്ഥലങ്ങളിൽ അതിനുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു വാർത്തകൾ വന്നപ്പോൾ അതിന്റെ സത്യാവസ്ഥ എനിക്കറിയത്തില്ല. ഈ പറയുന്ന മോഹനൻ സത്യാവസ്ഥ അറിഞ്ഞൂടാ. ഏറ്റവും ഒരു ദുരന്തം എന്താ ഈ പറയുന്ന മോഹനൻ സത്യാവസ്ഥ അറിഞ്ഞൂടാ. മോഹനനും വെറുതെ എവിടുന്നോ കേട്ട കാര്യം അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൈയിട്ട് അടിച്ചു, എന്നിട്ട് പിന്നെ അതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നോ? ഈ പറയുന്ന നുഴഞ്ഞു കയറിയ ആൾക്കാർ ഇപ്പോൾ CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറി ചോദിച്ചാൽ പറ്റില്ലേ ഇതിൽ നുഴഞ്ഞു കയറ്റക്കാരുണ്ടെങ്കിൽ എന്നാൽ പോലീസിന് പരാതി കൊടുക്കാൻ പറ്റില്ല? മോഹനൻ ചെയ്യില്ല. മോഹൻ്റെ ഉദ്ദേശം എന്താണ്? ഈ പറയുന്ന സംശയത്തിന്റെ ക്ലൗട്ട് ഉണ്ടാക്കി നിർത്തുക എന്നുള്ളതാണ് മോഹൻ്റെ ഉദ്ദേശം. ഞാൻ അതിലേക്ക് എത്താം.